അഹമ്മദാബാദിനെ നടുക്കിയ വിമാനാപകടം ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ അത്യാധുനിക ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത്. 270ഓളം പേരുടെ ജീവനെടുത്ത ഈ ദുരന്തം സാങ്കേതികവും മാനുഷികവുമായ ഒട്ടനവധി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. അപകടം നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ഈ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ്. ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് പുറമെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും അപകടത്തിൽ മരണപ്പെട്ടു. ഈ ദുരന്തത്തിന് ഇരയായവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കുകയും ചെയ്തു. മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും നിരപരാധികളായ സാധാരണക്കാരുടെയും ജീവൻ പൊലിഞ്ഞത് രാജ്യത്തിന് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. ദുരന്ത സ്ഥലത്തെ കാഴ്ചകൾ ഭീകരമായിരുന്നു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടന്നു. തീയും പുകയും ഉയർന്നു. രക്ഷാപ്രവർത്തകർക്ക് പോലും തുടക്കത്തിൽ അപകട സ്ഥലത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. വിമാനാപകടങ്ങളിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. അഹമ്മദാബാദ് ദുരന്തത്തിലും ഇത് ആവർത്തിച്ചു. തീവ്രമായ പൊള്ളലേറ്റും ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ചും മൃതദേഹങ്ങൾ വികൃതമായിരുന്നു. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ DNA പരിശോധന മാത്രമായിരുന്നു ഏക ആശ്രയം. ദിവസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത്. ഇതുവരെ 217 മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 പൈലറ്റുമാരുടേതടക്കം 9 ക്യാബിൻ ക്രൂ അംഗങ്ങളെയും ഉൾപ്പെടെ 200 മൃതദേഹങ്ങൾ ഇതിനോടകം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ മറ്റു മൃതദേഹങ്ങളും ഉടൻ തന്നെ ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നിരുന്നാലും ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനായുള്ള ആകാംക്ഷയിലാണ്. മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ വാർത്തയാണ്. അപകടത്തിന്റെ കാരണം കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും നിർണായകമായ നടപടി. ഇത്തരം വലിയ വിമാന അപകടങ്ങളിൽ സാങ്കേതിക തകരാറുകൾ, പൈലറ്റിന്റെ പിഴവുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വിദേശ വസ്തുക്കളുടെ സാന്നിധ്യം എന്നിങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനായി ബ്ലാക്ക് ബോക്സ് നിർണായക വിവരങ്ങൾ നൽകും. കോക്പിറ്റിലെ സംഭാഷണങ്ങളും ഫ്ലൈറ്റ് ഡാറ്റയും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് വ്യോമയാന മന്ത്രാലയമാണ്. അപകടം നടന്ന് ഒരാഴ്ച പിന്നിട്ടപ്പോൾ എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസൺ നൽകിയ പ്രസ്താവന ഏറെ ശ്രദ്ധേയമായിരുന്നു. വിമാനത്തിന് സാങ്കേതിക തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പരിശോധനകൾ കൃത്യസമയത്ത് നടത്തിയിരുന്നതായും അദ്ദേഹം ജീവനക്കാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് അന്വേഷണത്തെ ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിമാനത്തിന് തകരാറില്ലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങളാണോ അപകടത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇത്തരം വലിയ ദുരന്തങ്ങളിൽ സമഗ്രവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യമാണ്. അപകട കാരണം കണ്ടെത്തുന്നത് ഭാവിയിൽ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കും. വ്യോമയാന മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലും ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പൈലറ്റുമാരുടെ പരിചയം, വിമാനത്തിന്റെ പരിപാലനം, എയർ ട്രാഫിക് കൺട്രോളറിന്റെ ഇടപെടലുകൾ, റൺവേയുടെ അവസ്ഥ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കപ്പെടണം. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നൽകാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ധനസഹായം, മാനസിക പിന്തുണ, മറ്റ് ആവശ്യമായ പിന്തുണകൾ എന്നിവ ഉറപ്പാക്കണം. ഇത്തരം ദുരന്തങ്ങൾ ഭാവിയിലേക്കുള്ള പാഠങ്ങളാണ്. വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിമാനങ്ങളുടെ പതിവ് പരിശോധനകൾ, ജീവനക്കാർക്കുള്ള പരിശീലനം, അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയിലെല്ലാം കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അഹമ്മദാബാദ് വിമാനാപകടം ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് വലിയൊരു ആഘാതമാണ് നൽകിയിരിക്കുന്നത്. ഇത് ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്.